ഒന്നാലോചിച്ചു നോക്കൂ, ഈ ബൈബിൾ എന്ന് പറയുന്നത് അതൊരു ചരിത്ര പുസ്തകമല്ലെങ്കിൽ മറിച്ച് നമ്മുടെയൊക്കെ മനസ്സിന്റെ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ആണെങ്കിലോ? ഓക്കേ, രസകരമായൊരു ചിന്തയാണല്ലോ. അതെ, അതിലെ ദാവീദും ഗോലിയാത്തുമൊന്നും ചരിത്രത്തിൽ ജീവിച്ചിരുന്നവരല്ല. പകരം നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസവും നിങ്ങൾ നേരിടുന്ന ഭീമാകാരമായ ഒരു പ്രശ്നവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ പ്രതീകമാണെങ്കിലോ? അതായത് കഥയെല്ലാം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണെന്ന്. അതെ, കൃത്യമായി. ഈയൊരു ആശയത്തെ, അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ ഭാവനയാണെന്ന ചിന്തയെ തന്റെ ജീവിതകാലം മുഴുവൻ പഠിപ്പിച്ചൊരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് നെവിൽ ഗോദ്ദാർഡ്. വളരെ ശരിയാണ്. ഇന്ന് നമ്മൾ നെവിൽ ഗോദ്ദാർഡ് ആരായിരുന്നു എന്ന് മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. ദി ജിയോമെട്രി ഓഫ് ധർമ്മ എന്ന നിങ്ങളുടെ ഈ രേഖയെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്ന് നമ്മൾ കേൾക്കുന്ന പോസിറ്റീവ് തിങ്കിങ്ങിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് കണ്ടെത്താനാണ് നമ്മുടെ ശ്രമം. തീർച്ചയായും. നമ്മുടെ ഭാവനയെ ഉപയോഗിച്ച് യാഥാർത്ഥ്യത്തെ മാറ്റിയെഴുതാൻ കഴിയുമെങ്കിൽ അതിന്റെ കൃത്യമായ രീതി എന്താണ്? നമുക്ക് ആഴങ്ങളിലേക്ക് പോകാം. തുടങ്ങാം. അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ആരായിരുന്നു ഈ നെവിൽ ഗോദ്ദാർഡ്? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം? നെവിൽ ലാൻസ്ലോട്ട് ഗോദ്ദാർഡ്. അദ്ദേഹം 1905 ബാർബഡോസിലാണ് ജനിച്ചത്. ഓക്കെ. പിന്നീട് 1922 അദ്ദേഹം ന്യൂയോർക്കിലേക്ക് കുടിയേറി. അദ്ദേഹം പ്രധാനമായും അറിയപ്പെടുന്നത് ന്യൂ തോട്ട് അഥവാ നവചിന്ത എന്നൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ ന്യൂ തോട്ട് അതെന്താണ് സംഭവം? ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും. ഇതൊരു ആത്മീയ പ്രസ്ഥാനമാണ്. 19-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലാണ് ഇതിന്റെ തുടക്കം. ഇതിന്റെ ഒരു പ്രധാന ആശയം വളരെ ലളിതമാണ്. അതെന്താണ്? നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിശ്വാസങ്ങൾ, അവയാണ് നമ്മുടെ ലോകത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ നമ്മൾ ഇന്ന് കേൾക്കുന്നതിന്റെയൊക്കെ ആദ്യരൂപം ഇതാണോ? തീർച്ചയായും. നെവിലിനെ പോലുള്ള ചിന്തകരാണ് ഇതിന്റെ എല്ലാം തുടക്കക്കാർ എന്ന് പറയാം. പക്ഷേ നെവിലിന്റെ പഠനങ്ങൾ അതിലും ആഴത്തിലുള്ളതാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും ന്യൂയോർക്കിൽ വെച്ച് ഒരു യഹൂദ റബ്ബിയിൽ നിന്ന് അദ്ദേഹം കബാല പഠിച്ചു എന്ന വിവരം ഈ രേഖയിലുണ്ടല്ലോ. അതെ അതെ. യഹൂദ മിസ്റ്റിസിസത്തിന്റെ അത്രയും ആഴമുള്ളൊരു ശാഖ അദ്ദേഹത്തിന്റെ ചിന്തകളെ എങ്ങനെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക? ആ സ്വാധീനം വളരെ വലുതായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു വിപ്ലവകരമായ ആശയത്തിൽ അത് നമുക്ക് വ്യക്തമായി കാണാം. ഏതാണത്? ബൈബിളിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം. ഓക്കെ. ഗോദ്ദാർഡിനെ സംബന്ധിച്ചിടത്തോളം ബൈബിൾ ഒരു ചരിത്ര പുസ്തകമല്ല, പിന്നെ അതൊരു മനഃശാസ്ത്ര നാടകമാണ്. ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ നടക്കുന്ന ബോധത്തിന്റെ പരിണാമത്തിന്റെ അതിന്റെ കഥ. ഒരു മിനിറ്റ്, അത് കുറച്ചുകൂടെ വിശദീകരിക്കാമോ? കാരണം കോടിക്കണക്കിന് ആളുകൾ അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്നൊരു ഗ്രന്ഥത്തെ അതിനെ പൂർണ്ണമായും ഒരു മനഃശാസ്ത്ര കഥയായി കാണുന്നത് അത്ര എളുപ്പത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതെ, ഇതവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ? അതൊരു നല്ല ചോദ്യമാണ്. ഗോദ്ദാർഡ് ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തെ അങ്ങനെയങ്ങ് നിഷേധിക്കുകയായിരുന്നില്ല. പിന്നെയോ? മറിച്ച് അതിനപ്പുറം ഒരു ആന്തരികമായ അർത്ഥം കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. നമുക്കൊരു ഉദാഹരണമെടുക്കാം. ദാവീദും ഗോലിയാത്തും. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കഥയാണ്. ചരിത്രപരമായി അത് നടന്നിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ ഗോദ്ദാർഡ് ചോദിക്കുന്നത് ഈ കഥ നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ്. ശരി. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ ഗോലിയാത്ത് എന്നത് നിങ്ങൾ നേരിടുന്ന ഏതൊരു ഭീമാകാരമായ പ്രശ്നവുമാണ്. ഉദാഹരണത്തിന്? അത് ചിലപ്പോൾ സാമ്പത്തിക ഞെരുക്കമാകാം, ഒരസുഖമാകാം, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയാകാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് അജേഹ്യമായി തോന്നും. അപ്പോ ദാവീദാരാണ്? ദാവീദ് അത് നിങ്ങളുടെ ഭാവനയാണ്, നിങ്ങളുടെ വിശ്വാസമാണ്. ആ, കയ്യിലുള്ള അറിവോ യോഗ്യതയോ ആയുധങ്ങളോ ഒന്നുമല്ല ദാവീദിന്റെ ശക്തി, മറിച്ച് ആ ഭീമാകാരനായ ശത്രു വീഴും എന്ന ഉറച്ച വിശ്വാസമാണ്. അപ്പോ കല്ലും കവണയുമൊക്കെ? ആ വിശ്വാസമെന്ന കല്ല് ഭാവനയാകുന്ന കവണയിൽ വെച്ച് ലക്ഷ്യത്തിലേക്ക് എറിയുമ്പോൾ ഏതു വലിയ പ്രശ്നവും വീഴും. കൊള്ളാം. അതായത് ബൈബിളിലെ ഓരോ യുദ്ധവും ഓരോ അത്ഭുതവും അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നടക്കേണ്ടതാണെന്ന് ഗോദ്ദാർഡ് പഠിപ്പിച്ചു. അതൊരു പുറമേയുള്ള ദൈവത്തിന്റെ ഇടപെടലല്ല, നിങ്ങളുടെ ഉള്ളിലെ ദൈവീകമായ ഭാവനയുടെ ശക്തിയാണ്. ഇത് കേൾക്കുമ്പോൾ ബൈബിളിനെ ഒരു പേഴ്സണൽ ഡെവലപ്മെന്റ് ടൂൾ കിറ്റാക്കി മാറ്റുന്നതുപോലെ തോന്നുന്നു. ഒരു തരത്തിൽ അതെ, ജ്ഞാനോദയത്തിലേക്കുള്ള ഒരു വഴികാട്ടി. ശരി. അപ്പോൾ ഭാവനയാണ് എല്ലാമെങ്കിൽ വെറുതെ ഇങ്ങനെ പകൽക്കിനാവ് കണ്ടിരുന്നാൽ മതിയോ? ഇത് പ്രായോഗികമായി എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഗോദ്ദാർഡ് എന്തെങ്കിലും കൃത്യമായ രീതികളൊക്കെ നിർദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായും. ഇവിടെയാണ് ഗോദ്ദാർഡ് വെറും പോസിറ്റീവ് തിങ്കിംഗ് ഗുരുക്കന്മാരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. അതെങ്ങനെ?
അദ്ദേഹം മുന്നോട്ടുവച്ച ഏറ്റവും ശക്തമായൊരു രീതിയാണ് ഉറക്കത്തിന് സമാനമായ അവസ്ഥ, അഥവാ സ്റ്റേറ്റ് എക്കൻ ടു സ്ലീപ്പ്. നമ്മളതിനെ SATS എന്ന് ചുരുക്കി പറയും. SATS അതെന്താണ്? നമ്മള് ഉറങ്ങുന്നതിനും ഉണർന്നിരിക്കുന്നതിനും ഇടയിലൊരു മയക്കത്തിന്റെ അവസ്ഥയില്ലേ? ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ബോധമനസ്സിന്റെ കാവൽക്കാരനായ യുക്തിബോധം അതങ്ങനെ പാതി മയക്കത്തിലായിരിക്കും. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഉപബോധ മനസ്സ് നേരിട്ട് സ്വീകരിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്കൊരു ഉദാഹരണം വെച്ച് വിശദീകരിക്കാമോ? അപ്പോ കേൾക്കുന്നവർക്ക് കുറച്ചുകൂടി വ്യക്തമാകും. തീർച്ചയായും. നമുക്ക് രാഹുൽ എന്നൊരാളെ സങ്കല്പിക്കാം. രാഹുലിന് നല്ലൊരു ജോലി വേണം. ഓക്കെ. ഗൊദാർഡിന്റെ രീതി അനുസരിച്ച് രാഹുൽ ചെയ്യേണ്ടത് ഇതാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ജോലി കിട്ടിയാൽ എന്ത് സംഭവിക്കുമോ അതിന്റെ അവസാന രംഗം ഭാവനയിൽ കാണുക. അവസാന രംഗം ഇന്റർവ്യൂ കിട്ടുന്നതോ ഓഫർ ലെറ്റർ വരുന്നതോ അല്ലേ? അല്ല, അതാണ് പോയിന്റ്. മറിച്ച് ജോലി കിട്ടിക്കഴിഞ്ഞു, നിങ്ങളുടെ സുഹൃത്തുക്കളോ വീട്ടുകാരോ നിങ്ങളെ അഭിനന്ദിക്കുമ്പോ നിങ്ങൾ എന്ത് പറയുമോ എന്തനുഭവിക്കുമോ അത്. മനസ്സിലായി. ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഫോൺ വിളിച്ച് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഫോണിലൂടെ അനുഭവിക്കുന്ന ആ സന്തോഷം, ആ ആശ്വാസം, ആ സംഭാഷണം, അത് യഥാർത്ഥമെന്ന പോലെ ഭാവനയിൽ കാണണം. കാണുക, കേൾക്കുക, അനുഭവിക്കുക. ആ സന്തോഷത്തിൽ ലയിച്ചുറങ്ങിപ്പോവുക. ആഗ്രഹം സഫലമായതിന്റെ അനുഭൂതിയാണ് പ്രധാനം. ആഗ്രഹത്തെക്കുറിച്ചുള്ള വെറും ചിന്തയല്ല. അപ്പോ ചിന്തയല്ല, ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന അനുഭൂതിയാണ് യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കുന്നത്. ഇത് കേൾക്കാൻ വളരെ ശക്തമായി തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്റെ മനസ്സിലൊരു വലിയ ചോദ്യം വരുന്നുണ്ട്. നമ്മുടെ ചിന്തകളും ഭാവനയുമാണ് എല്ലാം സൃഷ്ടിക്കുന്നതെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന ദുരന്തങ്ങൾക്കും അസുഖങ്ങൾക്കും കൊടിയ ദാരിദ്ര്യത്തിനും ഇതിനൊക്കെ നമ്മൾ തന്നെയാണോ ഉത്തരവാദി? ഈ ആശയം ഒരു തരത്തിൽ ഇരയെ തന്നെ കുറ്റപ്പെടുത്തുന്നത് പോലെയല്ലേ തോന്നുന്നത്? ഇത് ഗൊദാർഡിന്റെ തത്വചിന്തയിലെ ഏറ്റവും സങ്കീർണവും ഒരുപാട് വിമർശിക്കപ്പെടുന്നതുമായ ഒരു ഭാഗമാണ്. നിങ്ങൾ ഉന്നയിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇതിനെന്താണ് ഒരു വിശദീകരണം? ഇതിന് ലളിതമായൊരു ഉത്തരമില്ല. ഗൊദാർഡിന്റെ കാഴ്ചപ്പാടിൽ ഇത് വ്യക്തിപരമായ ബോധം മാത്രമല്ല, ഒരു സാമൂഹിക ബോധം, അതായത് കലക്റ്റീവ് കോൺഷ്യസ്നസ് കൂടിയാണ്. ഒരു സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ചിന്ത. അതെ, ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന പൊതുവായ ഭയങ്ങളും വിശ്വാസങ്ങളും ആ സമൂഹത്തിന്റെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താം. രണ്ടാമതായി, ഇത് ബോധപൂർവം ഞാനൊരു ദുരന്തം സൃഷ്ടിക്കട്ടെ എന്ന് ചിന്തിക്കുന്നതിനെക്കുറിച്ചല്ല. പിന്നെ മറിച്ച് നമ്മുടെയെല്ലാം ഉപബോധ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങളെയും ഭയങ്ങളെയുമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഒരു വ്യക്തിയുടെ ദുരിതത്തിന് കാരണം അയാളുടെ ചിന്തയാണെന്ന് പറയുന്നത് തീർച്ചയായും പ്രശ്നകരമായി വ്യാഖ്യാനിക്കപ്പെടാം. അതൊരു ഇരുതലമൂർച്ചയുള്ള വാളാണ്. ശരിയാണ്. ആ ആശയം ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമുണ്ട്. ഈയൊരു ചിന്ത, അതായത് ബോധമാണ് അടിസ്ഥാന യാഥാർത്ഥ്യം എന്ന ആശയം തത്വചിന്തയുടെ മറ്റു ചില മേഖലകളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ടല്ലോ. ഉണ്ട്. ഈ രേഖയിൽ തന്നെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ സോളിപ്സിസം, നോൺ ഡ്യുവലിസം, പിന്നെ നമ്മുടെ അദ്വൈത വേദാന്തം എന്നിവയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ട്. കൃത്യമായി. ഈ താരതമ്യം ഗൊദാർഡിന്റെ ചിന്തയുടെ ആഴം മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. നമുക്ക് അദ്വൈത വേദാന്തം തന്നെ എടുക്കാം. അഹം ബ്രഹ്മാസ്മി. അതെ, അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം അഥവാ പരമമായ യാഥാർത്ഥ്യം. തത്വമസി, നീ അത് തന്നെയാകുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? നിങ്ങളും പ്രപഞ്ചവും രണ്ടല്ല, ഒന്നാണ്. അതെ, പുറത്തുള്ള ഒരു ദൈവത്തെ ആരാധിക്കുന്നതിനു പകരം നിങ്ങളുടെ ഉള്ളിലുള്ള ബോധം തന്നെയാണ് ദൈവമെന്ന് തിരിച്ചറിയുന്നതാണ് ജ്ഞാനം. ഗൊദാർഡ് പറയുന്നതും ശരിക്കും ഇത് തന്നെയാണ്. അങ്ങനെയാണോ? നിങ്ങളുടെ ഭാവനയെ അദ്ദേഹം ക്രിസ്തുവെന്നാണ് പലപ്പോഴും വിശേഷിപ്പിച്ചത്. മനുഷ്യനെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവീക ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. ലോകം നിങ്ങളിൽ നിന്നും വേറിട്ടൊന്നല്ല, മറിച്ച് നമ്മുടെ ബോധം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതെ, അതുതന്നെ. ബോധമാണെല്ലാം. നമ്മൾ കാണുന്ന ലോകം നമ്മുടെ ഉള്ളിന്റെ പ്രതിഫലനം മാത്രമാണെങ്കിൽ, അപ്പോ ജീവിതത്തിലെ ഏറ്റവും വലിയ പുറമേയുള്ള യാഥാർത്ഥ്യമായി നമ്മൾ കാണുന്ന മരണത്തെക്കുറിച്ച് ഗോദാർഡ് എന്തു പറഞ്ഞു? അവിടെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു വിചിത്രമായ ആശയം വരുന്നത്. മരണം ഒരു മിഥ്യയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതെ, അദ്ദേഹത്തിന്റെ തത്വചിന്തയുടെ സ്വാഭാവികമായ ഒരു പരിണാമമാണത്. ബോധമാണ് അടിസ്ഥാനമെങ്കിൽ ബോധത്തിന് എങ്ങനെ ഒരു അവസാനമുണ്ടാകും? ശരിയാണല്ലോ. ഇതിനെ മനസ്സിലാക്കാൻ ഒരു വീഡിയോ ഗെയിം പോലെ സങ്കല്പിക്കുന്നതാണ് എളുപ്പം. നിങ്ങളൊരു ഗെയിമിൽ ഒരു ലെവൽ കളിക്കുകയാണ്. ആ ലെവലിൽ നിങ്ങൾ തോറ്റുപോയി. ഗെയിം ഓവറായോ? ഇല്ല, വീണ്ടും തുടങ്ങാം. അതെ,
നിങ്ങൾ അതേ ലെവലിന്റെ തുടക്കത്തിലേക്ക് തിരികെ വരുന്നു. ആ ലെവൽ ജയിക്കാൻ ആവശ്യമായ പാഠം പഠിക്കുന്നതുവരെ അല്ലെങ്കിൽ കഴിവ് നേടുന്നതുവരെ നിങ്ങളത് വീണ്ടും വീണ്ടും കളിക്കുന്നു. ജീവിതവും അതുപോലെയാണെന്നാണോ? ഗൊദാർഡിന്റെ കാഴ്ചപ്പാടിൽ അതെ. ഒരാൾ മരിക്കുമ്പോൾ അവർ അതേ ജീവിതത്തിലേക്ക് തന്നെ പുനഃസ്ഥാപിക്കപ്പെടുന്നു, അതായത് റിസ്റ്റോർഡ് ആകുന്നു. ഒരു പക്ഷേ ആ ജീവിതത്തിൽ പഠിക്കേണ്ട പാഠങ്ങൾ പൂർണ്ണമായി പഠിച്ചു തീരുന്നതുവരെ. അപ്പോൾ ജനനവും മരണവും ഒരു നേർരേഖയിലുള്ള യാത്രയുടെ തുടക്കവും ഒടുക്കവുമല്ല, മറിച്ച് ഒരേ പാഠം പഠിക്കാനുള്ള ആവർത്തനങ്ങളാണെന്നാണോ? ഒരു തരത്തിൽ അതെ. ഇതൊരു ചാക്രികമായ അനുഭവമാണ്. ജനനം, മരണം എന്നിവയെല്ലാം ആ വലിയ ബോധനാടകത്തിലെ രംഗങ്ങൾ മാത്രം. അതൊരു അവസാനമല്ല. ഇത് നമ്മൾ ആരാണ്, എന്താണ് ഈ അനുഭവം എന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. തീർച്ചയായും. അപ്പോൾ നെവിൽ ഗൊഡാർഡിന്റെ ഈ ആശയങ്ങളെല്ലാം കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് പ്രായോഗികമായ ഉൾക്കാഴ്ചയാണ് ലഭിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗൊദാർഡിന്റെ പഠനങ്ങള് നിങ്ങളെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. പുറത്തേക്കല്ല, ഉള്ളിലേക്ക്. അതെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാരണം പുറത്തന്വേഷിക്കുന്നത് നിർത്തി നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസങ്ങളെയും ഭാവനയെയും പരിശോധിക്കാൻ അത് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ശരി. നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലല്ലെങ്കിൽ അത് മാറ്റി എഴുതാനുള്ള പേന മറ്റാരുടെയുമല്ല, നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്ന തിരിച്ചറിവ്. അതൊരു വലിയ ഉത്തരവാദിത്വമാണ്, പക്ഷേ അതിലും വലിയ സ്വാതന്ത്ര്യമാണ്. വളരെ ശരിയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ആഴത്തിലുള്ള സംഭാഷണം നമുക്കൊന്ന് ചുരുക്കാം. നെവിൽ ഗൊദാർഡ് ന്യൂ തോട്ട് പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന ചിന്തകനായിരുന്നു. അദ്ദേഹം ബൈബിളിനെ ചരിത്രമായല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു മനഃശാസ്ത്ര നാടകമായി വ്യാഖ്യാനിച്ചു. അതെ, നമ്മുടെ ആഗ്രഹം സഫലമായെന്ന അനുഭൂതി ഭാവനയിൽ കണ്ടുറങ്ങുന്ന സാറ്റ്സ് പോലുള്ള ശക്തമായ രീതികളിലൂടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കാമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ശരിയാണ്. ഒടുവിൽ മരണം ഒരു അവസാനമല്ലെന്നും ഒരേ ജീവിതത്തിലെ പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു പുനഃസ്ഥാപനം മാത്രമാണെന്നും അദ്ദേഹം വാദിച്ചു. അതെ, ഈ ചർച്ചയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. തീർച്ചയായും. നെവിൽ ഗൊദാർഡ് പഠിപ്പിച്ചതുപോലെ നിങ്ങളുടെ ഭാവനയ്ക്ക് യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ആ മയക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കാര്യം പൂർണ്ണമായും സഫലമായതായി അനുഭവിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, ആ ഒരൊറ്റ അനുഭൂതി എന്തായിരിക്കും? എന്തുകൊണ്ട്?